വൂക്ക ലോകം എങ്ങോട്ടാണ്? ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ? ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ വൂക്ക ലോകം? വൂക്ക എന്ന് പറയുന്നത് 4 ഇംഗ്ലീഷ് വാക്കുകളുടെ ചുരുക്കമാണ് കേട്ടോ. അതായത് വോളറ്റൈലിറ്റി, വൂക്ക എന്നല്ലേ പറഞ്ഞു, വോളറ്റൈലിറ്റി, അൺസർട്ടനിറ്റി, കോംപ്ലക്സിറ്റി ആൻഡ് ആംബിഗ്വിറ്റി. ഈ 4ൻ്റെ മലയാളം പറയുകയാണെങ്കിൽ വോളറ്റൈലിറ്റി മീൻസ് അസ്ഥിരത, അൺസർട്ടനിറ്റി മീൻസ് അനിശ്ചിതത്വം, കോംപ്ലക്സിറ്റി മീൻസ് സങ്കീർണത, ആംബിഗ്വിറ്റി മീൻസ് അവ്യക്തത. ആ 4 ഇംഗ്ലീഷ് പദങ്ങളുടെയും കൂടി ആദ്യ അക്ഷരം എടുത്താണ് വൂക്ക ലോകം എന്നൊരു ഫ്രേസ് ലോകം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണല്ലോ ഓരോ പ്രത്യേക സാഹചര്യത്തിൽ ഓരോ വാക്കുകൾ ഉദയം ചെയ്യും. അങ്ങനെ ഉദയം ചെയ്ത വാക്കാണ് ഈ വൂക്ക ലോകം എങ്ങോട്ടാണ്. അതായത് ട്രംപ് ഭരണത്തിൽ വന്ന ജാനുവരി 20 ശേഷമാണ് ഈ വൂക്ക, അതായത് നമ്മൾ കാണുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ബെയറിഷ് ആകുന്നു, അത് പെട്ടെന്ന് തന്നെ ബുള്ളിഷ് ആകുന്നു. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ബെയറിഷ് ആണ് കൂടുതലും ബുള്ളിഷ്നെസ്സിനേക്കാളും കൂടുതൽ സമയങ്ങളിൽ വന്നിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്ന് തരിപ്പണമായ അമേരിക്കൻ ഇക്കോണമി പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നത് കഠിനാധ്വാനം കൊണ്ടാണ്. അമേരിക്കൻ സിറ്റിസൺസിന്റെ കഠിനാധ്വാനവും അവരുടെ ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് പെട്ടെന്ന് തന്നെ അമേരിക്കൻ ഇക്കോണമി പടുത്തുയർത്തപ്പെട്ടു. അങ്ങനെ പടുത്തുയർത്തപ്പെട്ട അമേരിക്കൻ ഇക്കോണമി നമുക്കറിയാം, ഇപ്പൊ ലോകത്തെ 1ാമത്തെ GDP ഉള്ള ഇക്കോണമിയാണ്. 33.3 കോടിയാണ് ജനം. അതിൽ തന്നെ ഒരുപാട് ഇങ്ങനെ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തവരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ രാജ്യം കഠിനാധ്വാനത്തിന്റെ പാതയിലൂടെയാണ് വളർച്ചയുടെ നെറുകയിലേക്ക് എത്തുന്നത്. ആ നെറുകയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. അവരതുപോലെ തന്നെ ഒരു ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ വളരെ മുന്നിലാണ്. പക്ഷെ അത് അവരുടെ മാത്രം ബുദ്ധി ഉപയോഗിച്ചല്ല, ലോകത്തെവിടെയുമുള്ള ബുദ്ധിയെ അവരങ്ങോട്ട് ആകർഷിക്കുന്നു. അത് പക്ഷേ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസ് പാസ്സായി മിടുക്കർ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി എന്ന തീരുമാനത്തോടെ അങ്ങനെയാണ് അവർ ബുദ്ധിയെ അങ്ങോട്ട് ആകർഷിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അമേരിക്ക ഇന്ന് ഈ വൂക്ക ഇക്കോണമിയായിട്ട് ഒരു വൂക്ക രീതി ഉണ്ടാക്കുക, അങ്ങനെ അത്രയും അൺസർട്ടൻ, എന്താണ് നാളെ സംഭവിക്കുക, അല്ലെങ്കിൽ ഇന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്ന് പോലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ ചാഞ്ചാടുന്ന ഒരു വേൾഡ് ക്രമം, ഒരു വ്യാപാര ക്രമം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് കാരണം കൊണ്ടാണ് എവിടെ നിക്ഷേപിക്കണം എന്നുള്ള ആ ഒരു ആശങ്ക ജനങ്ങളില്, എല്ലാ കോർപ്പറേറ്റുകളിലും എല്ലായിടത്തും കാണുന്നത്. അതേസമയത്ത് അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിക്കാൻ എല്ലാവരും സാധാരണ താല്പര്യം കാണിക്കുക. എന്താ കാരണം? അമേരിക്കൻ ഡോളർ എപ്പോഴും അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്നു. സാധാരണ രീതിയിൽ ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയെന്നിരിക്കും. പക്ഷേ അമേരിക്കൻ ഡോളറും ഈ പറഞ്ഞതുപോലെ മിക്കവാറും മൂല്യം കുറേശ്ശെ പതുക്കെ മുകളിലോട്ട് പോകുന്ന ടൈപ്പാണ്. അപ്പൊ അമേരിക്കൻ ഡോളറിലാണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ ഏത് നിക്ഷേപകനും അത് ലിക്വിഡ് ക്യാഷാണ്. ഏത് ട്രാൻസാക്ഷനും, ഏത് കറൻസിയുടെ പേരിലുള്ള ട്രാൻസാക്ഷനും ഡോളർ വഴിയായിട്ട് നടത്താൻ പറ്റും. അതേസമയത്ത് ഇന്ത്യൻ റുപ്പിയാണ്, സൗദി അറേബ്യയിൽ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി ഉണ്ട്. ആ ഇന്ത്യൻ റുപ്പി കൊടുത്ത് എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇന്ത്യൻ റുപ്പിയും ഡോളറും തമ്മിലുള്ള വ്യത്യാസം. അതേസമയത്ത് ഡോളർ കറൻസി ആണെങ്കിൽ അത് മറ്റേത് കറൻസിയുമായിട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ഏത് രാജ്യത്തും ഏത് ഉൽപ്പന്നം മേടിക്കാനും ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ക്രെഡിബിലിറ്റി അത് ഡോളർ കറൻസിക്കുള്ളത്ര വേറെ ഒരു കറൻസിക്കും ലോകത്തില്ല. അതുകൊണ്ടാണ് ഈ 3 രീതി, അതായത് നിക്ഷേപം ഡോളറിൽ വേണോ, നിക്ഷേപം സ്വർണത്തിൽ വേണോ, നിക്ഷേപം ഓഹരികളിൽ വേണോ എന്ന് മറ്റുള്ളവർ ആശങ്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം അത് ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഡോളർ കറൻസിയുടെ ആരംഭഘട്ടത്തിൽ ഡോളറിനേക്കാൾ ശക്തനായിരുന്നു പിന്നെ പൗണ്ട് സ്റ്റേർലിംഗ് ഇംഗ്ലണ്ടിന്റെ. അന്ന് ഇംഗ്ലണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ഒരു രാജ്യമായിരുന്നു എന്നോർക്കണം. അവർക്ക് എല്ലായിടത്തും കോളനികളും ഒക്കെ ആയിരുന്നു. അങ്ങനെ സർവശക്തരായി കഴിഞ്ഞിരുന്ന കാലത്ത് അവരുടെ കറൻസി പൗണ്ട് സ്റ്റേർലിംഗ് വളരെ ശക്തമായിരുന്നു. പക്ഷേ ഇന്ന് ആ ശക്തി അതുപോലെ ആ ശക്തിയൊക്കെ ഒത്തിരി കുറഞ്ഞു. അമേരിക്കൻ ഡോളറിന്റെ ശക്തി പക്ഷേ
അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കൂടി എന്ന് പറഞ്ഞാൽ 1960-കൾ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും ശക്തമായി നിലനിന്നിരിക്കുന്ന വാല്യൂ പിടിച്ചു നിർത്തിയിരിക്കുന്ന കറൻസി ഡോളറാണ്, ഡോളർ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഡോളർ ഇട്ടാണ് ട്രംപ് കളിക്കുന്നത്. ആ ട്രംപിന്റെ കളി മൂലമാണ് ഈ വൂക്ക പിന്നെ രീതിയിലേക്ക്, അതായത് ഒരു തരത്തിലും എന്ത് ചെയ്യണം, എവിടെ നിക്ഷേപിക്കണം, എങ്ങനെ നിക്ഷേപിക്കണം, എന്തുമാത്രം നിക്ഷേപിക്കണം, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള അൺസർട്ടനിറ്റി, ആംബിഗ്വിറ്റി ഒക്കെ നിലനിൽക്കുന്നത് ട്രംപിന്റെ ഈ കളികൾ മൂലമാണ്. പക്ഷേ ലോകം പറയുന്നു, അതായത് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും അതുപോലെ വിപണികളുടെ നിരൂപകരും ഒക്കെ പറയുന്നു ട്രംപിന് ഇതുപോലെ അധികം മുന്നോട്ട് പോകാൻ ഒക്കില്ല. കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയിൽ വില കൂടി തുടങ്ങിയിരിക്കുന്നു. കാരണം ഇന്ത്യക്ക് മേലെ പിന്നെ അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അമേരിക്ക വാങ്ങുന്നതാണ്. ആ ചൈനയുടെ നേരെയാണ് 204% ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേനും ചൈനയും അതുപോലെ ഡ്യൂട്ടി കൂട്ടുന്നു. അങ്ങനെ ഡ്യൂട്ടി കൂട്ടുമ്പോൾ അമേരിക്കയിലേക്ക് ചൈനയിൽ നിന്ന് കൊണ്ടുചെല്ലുന്ന, അതായത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടും. ഈ വില കൂടുന്നതിന്റെ ആഘാതം അവിടുത്തെ ഉപഭോക്താക്കളാണ് അനുഭവിക്കുന്നത്. ഉപഭോക്താക്കളാണ് അനുഭവിക്കുന്നവർ എലൻ മസ്കോ അതുപോലെ തന്നെ പിന്നെ പ്രസിഡന്റോ അതിന്റെ ഗതികേട് അനുഭവിക്കേണ്ട. അവരൊക്കെ പിന്നെ ഫിൽത്തി റിച്ച് ആണ്. അപ്പൊ ആരാ അതിൻ്റെയൊക്കെ അനുഭവിക്കേണ്ടി വരിക, ദുരിതം അനുഭവിക്കേണ്ടി വരിക? സാധാരണക്കാരാണ്. അമേരിക്ക ഏറ്റവും വലിയ GDP രാജ്യമാണ് എന്ന് വിചാരിച്ച് അവിടെ പട്ടിണി ഇല്ലെന്നോ, പട്ടിണിയൊന്നും പിന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പട്ടിണിയുള്ള രാജ്യങ്ങളായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് 27 രാജ്യങ്ങളെ ഇപ്പോഴുള്ളൂ. 206 രാജ്യങ്ങൾ, 27 രാജ്യങ്ങളിലെ പട്ടിണി ഉള്ളതായിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അമേരിക്കയിൽ പട്ടിണി ഉള്ളതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷെ പാവങ്ങളുണ്ട്. ആ പാവങ്ങൾക്ക് ഈ വലിയ വില, അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. ഒരു ഡസൻ കോഴിമുട്ടയ്ക്ക് 555 രൂപ 75 പൈസയാണ് അമേരിക്കയിലെ വില. അതേ സമയത്ത് കഴിഞ്ഞ നവംബറിൽ 2024 നവംബറിൽ ഒരു ഡസൻ കോഴിമുട്ടയ്ക്ക് വെറും $4, അന്നത്തെ എക്സ്ചേഞ്ച് 85 രൂപയാണെങ്കിൽ 85 × 4 അത്രയും മാത്രമായിരുന്നു വില. ഇപ്പോ $6.5 ഒരു ഡസൻ കോഴിമുട്ടയുടെ വില. അതിൻ്റെ ഒരു ഡസൻ കോഴി $6 ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയപ്പോഴാണ് 555 രൂപ 75 പൈസ എന്ന് കിട്ടുന്നത്. അപ്പോൾ $4 ആയിരുന്നത്, കഴിഞ്ഞ നവംബറിൽ $4 ആയിരുന്ന കോഴിമുട്ടയുടെ വില, ഒരു ഡസൻ കോഴിമുട്ടയുടെ വിലയാണ് ഇപ്പോൾ $6.5 വർദ്ധിച്ചിരിക്കുന്നത്. അത്ര വലിയ വിലക്കയറ്റത്തിലേക്ക് അമേരിക്ക വീണ്ടും നീങ്ങുകയാണ്. അപ്പൊ അങ്ങനെ, അതായത് ഈ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഉള്ള ഒരു ലോകക്രമം ഇല്ലാതെ ആകാൻ വേണ്ടിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ചുങ്കങ്ങളെല്ലാം കുറയ്ക്കാനുള്ള ആ ട്രീറ്റി 1995 മരാക്കേഷിൽ വെച്ച് പിന്നെ ഒപ്പിടുന്നത്. അതിനകത്ത് ഒപ്പിട്ട രാജ്യങ്ങളിൽ വലിയ ഡെവലപ്ഡ് ഇക്കോണമീസിന് താരിഫ് കുറവും വികസ്വര രാഷ്ട്രങ്ങൾക്ക് താരിഫ് കൂടുതലുമായിരുന്നു വെച്ചിരുന്നത്. ആ തരത്തിൽ മുമ്പോട്ട് പോകുന്നതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് സ്വന്തം ഇഷ്ടപ്രകാരം ഡ്യൂട്ടി ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ട്രംപ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുമ്പോഴേക്കും നമുക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അധിക ചുങ്കം 36 എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക ചുമത്തിയിരിക്കുന്ന ചുങ്കത്തിൽ ഏറ്റവും കുറഞ്ഞ ചുങ്കത്തിൽ പെട്ടതാണ്. അതിനേക്കാൾ കുറഞ്ഞ ചുങ്കമുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട്. എങ്കിലും വലിയ രാജ്യമായിട്ട് കണക്കാക്കുമ്പോൾ ഇന്ത്യ ചുങ്കം കുറഞ്ഞ രാജ്യമാണ്, 36% എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ അതിനെതിരെ വലിയ വാഗ്ധോരണിയൊന്നും പുറപ്പെടുവിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ബയർ, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെ സാധനങ്ങളാണ് അമേരിക്ക വാങ്ങുന്നത്? നമ്മുടെ സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ വലിയ തോതിൽ വാങ്ങുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, അതായത് ഡയമണ്ട് ഒക്കെ കൾച്ചർ ചെയ്യുന്നത് തൊട്ട് സ്വർണ്ണ പണി ചെയ്യുന്നതിൽ, രത്നാഭരണ പണി ചെയ്യുന്നതിലൊക്കെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് അല്ല ഒരുപക്ഷെ കോടിക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന മേഖലയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു രാജ്യം. പിന്നെ അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് ഗുഡ്സ്, അതുപോലെ നമ്മുടെ എൻജിനീയറിംഗ് ഗുഡ്സ്,
അതുപോലെ നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഷ്രിമ്പ് പോലെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, ഷ്രിമ്പിന്റെ കയറ്റുമതി കുറഞ്ഞാൽ കേരളത്തെയും അത് നന്നായി ബാധിക്കും. അതുപോലെ തുകൽ ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽസ്, അത് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ നിന്നും വളരെ കൂടുതലായിട്ട് വാങ്ങുന്ന, നമ്മൾ അമേരിക്കയിലെ ഷോപ്പിൽ ചെന്ന് ഒരു ബെഡ്ഷീറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഇന്ത്യൻ മാനുഫാക്ചേർഡ് ബെഡ്ഷീറ്റ് ആയിരിക്കും, കോയമ്പത്തൂരോ അവിടെ എവിടെയെങ്കിലും മാനുഫാക്ചർ ചെയ്ത ബെഡ്ഷീറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ കിറ്റക്സിന്റെ ഏതെങ്കിലും ഉൽപ്പന്നമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ ഒരുപാട് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന, അതായത് ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക. ഇന്ത്യ ചൈനയുമായിട്ടൊക്കെ നോക്കുമ്പോൾ ചൈനയ്ക്ക് വലിയ തരത്തിൽ നെഗറ്റീവ് ട്രേഡ് സർപ്ലസ് ആണ്. ചൈനയ്ക്ക് നമ്മൾ അവിടുന്ന് ഒത്തിരി വാങ്ങുന്നു, ചൈന ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച്, പോത്തിറച്ചി പോലെ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ചൈന വാങ്ങുന്നത്. അപ്പൊ ചൈന ശരിക്കും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല. അമേരിക്ക വളരെ നല്ല ട്രേഡ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും ചൈന വലിയ അളവ് വരെ ഇന്ത്യയുമായിട്ട്, ഇന്ത്യയുടെ ചെറിയ തരത്തിൽ മാത്രം. പക്ഷെ അത് ട്രംപിന് മനസ്സിലാകാത്തത്, എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഇതാണ്, ഈ WTO എന്തുകൊണ്ടാണ് ഇങ്ങനെ വികസിത രാജ്യങ്ങൾക്ക് ചെറിയ തീരുവയും വികസ്വര രാഷ്ട്രങ്ങൾക്ക് വലിയ തീരുവയും അന്ന് ഈ കാര്യങ്ങളൊക്കെ ഈ ഇത്തരം ട്രംപിനെ പോലെ പ്രസിഡന്റ് ആയിട്ടൊക്കെ വരുന്നവരെല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ട് ആൾക്കാർ മുൻപോട്ട് വരുന്നില്ല? ഒരു ശാസ്ത്രജ്ഞൻ എലൻ മസ്ക്, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിന് ഇത്തരം ലോക വ്യാപാരത്തെ പറ്റിയൊന്നും യാതൊരു മുൻധാരണകളും ഉള്ള ആളായിരിക്കില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ലോക വ്യാപാര ക്രമത്തെ പഴയ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിന് ഉള്ള നീക്കങ്ങൾ അമേരിക്കയിൽ ഇല്ലേ എന്ന് വലിയ അത്ഭുതത്തോടെയാണ് ഞാനൊക്കെ ചിന്തിച്ചു പോകുന്നത്. MITയും മറ്റതുപോലുള്ള ഒരുപാട് സർവകലാശാലകളും അവിടെയുള്ള ഗവേഷണ നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ, ഒരുപക്ഷെ ഇപ്പൊ ഹാർവാർഡ് ട്രംപിന്റെ തീരുമാനപ്രകാരം അവിടെ വിദേശ വിദ്യാർത്ഥികൾക്ക് ചിലരെയൊന്നും അവിടെ അഡ്മിറ്റ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നതിന് അനുകൂലിക്കുന്നില്ല അവര്. അങ്ങനെ എതിർപ്പ് രേഖപ്പെടുത്തിയ യൂണിവേഴ്സിറ്റികൾ ഇപ്പൊ തന്നെ അവിടെ ഉണ്ട്. ഒരുപക്ഷെ ഇതൊന്നും കേൾക്കാൻ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാൻ താല്പര്യം. നമ്മുടെ രഘുറാം രാജനൊക്കെ അവിടെ ഉണ്ടെന്ന് ഓർക്കണം. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന അദ്ദേഹം ഈ അടുത്ത കാലത്ത് തന്നെ ഫോൾട്ട് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ അറിയാവുന്നതാണ്. എന്നിട്ട് പോലും ഇതൊക്കെ ഈ ട്രംപിന്റെ മുൻപിൽ എത്താത്തത് എന്ത്, അഥവാ എത്തുന്നുണ്ടാകാം, അദ്ദേഹം അത് ഗവനിക്കാത്തതായി. രണ്ടായാലും ചൈന ഇപ്പോൾ വളരെ നിസ്സഹകരണത്തോടെയാണ് അമേരിക്കയോട്. ചൈനയ്ക്കെതിരെ ഡ്യൂട്ടി കൂട്ടുമ്പോൾ അത് ചൈനയും അതുപോലെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചൈന റഷ്യയുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും അമേരിക്കയും തമ്മിൽ അടുക്കുമെന്ന് നമുക്ക് ആദ്യം തോന്നി. സെലൻസ്കിയും പുതിനും ട്രംപും ഒക്കെ തമ്മിൽ മീറ്റ് ചെയ്ത് സൗഹൃദപരമായിട്ട് ഒക്കെ പോകും എന്നൊക്കെ നമ്മൾ കരുതി. പക്ഷേ പുതിൻ ട്രംപിന്റെ നയങ്ങളുമായിട്ട് വിയോജിച്ച് സ്വന്തം തീരുമാനങ്ങളോടുകൂടി പോവുകയാണ്. അപ്പം ചൈനയും പുതിനും തമ്മിൽ, അതായത് കൂടുതൽ അടുക്കുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെ കൂടുതൽ അടുത്താൽ പഴയ ശീത സമരം വീണ്ടും ഉണ്ടായാൽ ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നീങ്ങിയെന്നിരിക്കാം. അങ്ങനെ നീങ്ങാതിരിക്കണം എന്നതാണ് എല്ലാ സമാധാന പ്രേമികളും ആഗ്രഹിക്കുക. ഇപ്പോൾ ദിവംഗതനായ പോപ്പ് തന്നെ ലോകത്ത് സമാധാനം വരണമെങ്കിൽ ഈ വ്യാപാര യുദ്ധം ഈ തരത്തിൽ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ ആ നല്ല വാക്കുകളെങ്കിലും ട്രംപിൽ ഒരു ചലനം ഉണ്ടാക്കട്ടെ. ഇല്ലെങ്കിൽ മറ്റ് ശക്തികളെല്ലാം ഒന്നിച്ചു നിന്ന് ട്രംപിനെ മര്യാദയുടെ പാഠം പഠിപ്പിക്കാൻ വേണ്ട രീതിയിൽ ശ്രമിക്കണം എന്ന് തന്നെയാണ്. അതായത് എന്ന് വെച്ച് ചൈനയും പുതിനും ഒന്നിച്ചു നിൽക്കട്ടെ. അത് തീർച്ചയായിട്ടും അതൊരിക്കലും നന്നായിരിക്കില്ല. കാരണം ഇപ്പൊ ലോകത്ത് എങ്ങും ഇല്ല കമ്മ്യൂണിസം. എനിക്ക് തോന്നുന്നു ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇപ്പോഴും കമ്മ്യൂണിസം ജീർണിച്ച അവസ്ഥയിലെങ്കിലും ഉള്ളത്. പക്ഷേ കമ്മ്യൂണിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുന്ന ആ പ്രിൻസിപ്പിൾ, അതൊരിക്കലും ആർക്കും നിരാകരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അന്ന് കമ്മ്യൂണിസം വന്നതുകൊണ്ടാണ്, അതായത് ബോൾഷെവിക് റവല്യൂഷന് ശേഷം റഷ്യയിൽ കമ്മ്യൂണിസം വന്നു. ആ റഷ്യൻ കമ്മ്യൂണിസത്തിൻ്റെ അലയൊലികൾ കൊണ്ടാണ് ലോകത്തെമ്പാടും തൊഴിലാളികളുടെ സ്ഥിതിഗതികൾ
മെച്ചപ്പെട്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ എപ്പോഴും ശ്രമം നടത്തുന്നത് ഇത്തരം ചിന്താഗതികൾ ഉണ്ടെങ്കിലാണ്. നമുക്കൊരു സമന്വയമാണ് ആവശ്യം. അതായത് ഈ വ്യാപാര യുദ്ധത്തിനൊക്കെ അറുതി വരുത്തിക്കൊണ്ട് ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന ലോകക്രമം എങ്ങനെയോ ആ ലോകക്രമത്തിലേക്ക് എത്തുക. അതിനുശേഷം റഷ്യയും സെലൻസ്കിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ അങ്ങനെ ഒരു ട്രംപ് വരുന്നതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ലോകക്രമത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.